ഒരു കാട്ടിൽ റാണി എന്നു പേരുള്ള ഒരു മാൻ ഉണ്ടായിരുന്നു. എല്ലാവരെയും സൽക്കരിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു ആ മാൻ. ഒരിക്കൽ റാണി അസുഖം വന്നു കിടപ്പിലായി. എനിക്ക് നടക്കാൻ തന്നെ വയ്യാതായിരിക്കുന്നു. നിറയെ പുല്ലുള്ള ഒരു സ്ഥലം കണ്ടെത്തണം. അവിടെ വിശ്രമിക്കുകയാണ് എങ്കിൽ കൂടുതൽ കഷ്ടപ്പെടാതെ വയറു നിറയ്ക്കാം. മാൻ പുൽപ്പരപ്പ് തേടി വിഷമിച്ചു നടന്നു. ഒടുവിൽ അവൾ നിറയെ പുല്ലുള്ള ഒരു സ്ഥലം കണ്ടെത്തി. അവിടെ കിടപ്പുമായി. ഒരു ദിവസം ഒരു കൂട്ടുകാരൻ റാണി മാനിനെ കാണാൻ വന്നു. വളരെ നേരം ഒന്നിച്ചിരുന്ന് തിരിച്ചു പോകാൻ നേരം മാൻ കൂട്ടുകാരനോട് പറഞ്ഞു, എന്തായാലും നീ ഇവിടെ വരെ വന്നതല്ലേ, കുറച്ച് പുല്ലു തിന്നിട്ട് പോയിക്കൊള്ളൂ. സൽക്കാരപ്രിയനായ ആ മാൻ കൂട്ടുകാരനോട് പറഞ്ഞു. കൂട്ടുകാരൻ കുറച്ച് പുല്ലു തിന്നിട്ട് നന്ദി പറഞ്ഞ് തിരിച്ചുപോയി. പിറ്റേന്നും അതിൻ്റെ പിറ്റേന്നും മാനുകളും മുയലുകളുമെല്ലാം മാനിനെ സന്ദർശിച്ചു. റാണി അവരെയെല്ലാം പുല്ലു കൊടുത്ത് സൽക്കരിക്കുകയും ചെയ്തു. വൈകാതെ അവിടെയുണ്ടായിരുന്ന പുല്ല് മുഴുവൻ തീർന്നു. ഒന്നും കിട്ടാനില്ല എന്നായപ്പോൾ കൂട്ടുകാരുടെ വരവും കുറഞ്ഞു. റാണി പട്ടിണിയായി. ആത്മാർത്ഥതയുള്ള ചില സുഹൃത്തുക്കൾ മാത്രം റാണിയെ കാണാൻ വന്നു തുടങ്ങി. അവർ കൊണ്ടുവരുന്ന കുറച്ച് ആഹാരം മാത്രം കഴിച്ച് റാണി തൻ്റെ ജീവൻ നിലനിർത്തി പോന്നു. അപ്പോൾ അവൾ ഇങ്ങനെ വിചാരിച്ചു, സ്വന്തം നില മറന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരുന്നത്. രോഗം മാറിയ റാണി അന്നു മുതൽ അനാവശ്യമായ സൽക്കാരങ്ങളെല്ലാം കുറച്ച് ശ്രദ്ധയോടെ ഒരു പുതിയ ജീവിതം തുടങ്ങി. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശാനാദിപദാഞ്ജിതേ ശിവമയേ മഞ്ജേ പരേശാംഗഗാമീശിത്വാദ്യഖിലാഷ്ടഭൂതിമനിശം ദാത്രീം സ്വഭക്തായ മേ ചാപം ചൈക്ഷവമാശുഗം സുമമയം ക്രോധാത്മകം ചാങ്കുശം വാശം രാഗതനും പ്രണൗമി ദധതീം ശ്രീമന്മഹാസുന്ദരീം. ഈശാനാദി പദാഞ്ജിതേ. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നീ 4 ദേവന്മാരെ കാലുകളാക്കിയ അമ്മ. മഞ്ചത്തിൻ്റെ 4 കാലുകൾ. അമ്മ ഇരിക്കുന്ന മഞ്ചത്തിൻ്റെ 4 കാലുകൾ ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിവരാണ്. അങ്ങനെയുള്ള മഞ്ചത്തിൽ വിളങ്ങുന്നവൾ എന്നാണ് അർത്ഥം. ശിവമയേ മഞ്ചേ, സദാശിവനാകുന്ന ഇരിപ്പിടത്തിൽ, മംഗളകരമായ മഞ്ചത്തിൽ. പരേശാംഗഗാം, പരമേശ്വരൻ്റെ അതായത് സദാശിവൻ്റെ അംഗത്തിൽ അഥവാ മടിയിൽ ഇരിക്കുന്നവൾ. ഈശിത്വാദ്യഖില അഷ്ടഭൂതിം, അണിമ, മഹിമ തുടങ്ങിയ 8 സിദ്ധികളെയും സർവ ഐശ്വര്യങ്ങളെയും. അനിശം ദാത്രീം സ്വഭക്തായമേ, ഭക്തനായ എനിക്ക് എപ്പോഴും നൽകുന്ന ദേവി. ചാപം ചൈക്ഷവം, കരിമ്പ് വില്ലാണ്. മനസ്സിനെയാണ് കരിമ്പ് വില്ലുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആശുകം സുമമയം, പുഷ്പബാണങ്ങൾ. 5 ഇന്ദ്രിയങ്ങളെ പുഷ്പബാണങ്ങൾ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ക്രോധാത്മകം ചാങ്കുശം, ക്രോധത്തിൻ്റെ രൂപത്തിലുള്ള അങ്കുശം. പാശം രാഗതനും, രാഗത്തിൻ്റെ അതായത് ആഗ്രഹത്തിൻ്റെ രൂപത്തിലുള്ള പാശം. പ്രണൗമി ദധതീം ശ്രീമൻ മഹാസുന്ദരീം. ഇവയെല്ലാം ധരിച്ചിരിക്കുന്ന ശ്രീ മഹാത്രിപുരസുന്ദരി ദേവി എൻ്റെ അമ്മേ, അമ്മയെ ഞാൻ വണങ്ങുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ എന്നിവർ കാലുകളായും സദാശിവൻ ഇരിപ്പിടമായുമുള്ള മഞ്ചത്തിൽ ശ്രീ മഹാദേവൻ്റെ, സദാശിവൻ്റെ മടിയിലിരിക്കുന്ന അമ്മ തൻ്റെ ഭക്തർക്ക് അണിമ, മഹിമ തുടങ്ങിയ 8 സിദ്ധികളും എല്ലാ സമ്പത്തുകളും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. കരിമ്പ് വില്ല്, പുഷ്പബാണങ്ങൾ, പാശം, അങ്കുശം എന്നിവ കൈകളിൽ ധരിച്ചിരിക്കുന്ന എൻ്റെ അമ്മ ശ്രീ മഹാത്രിപുരസുന്ദരി ദേവി അമ്മേ, ഞാൻ അമ്മയെ ഭക്തിയോടുകൂടി നമസ്കരിക്കുന്നു. ഓം
ശ്രീലളിതാംബികായൈ നമഃ. ഓം. അധികാരവും ധനവും പദവിയും കൊണ്ട് അഹങ്കരിക്കുന്ന വ്യക്തികൾ, അവർ എത്ര ഉന്നതരായിരുന്നാലും സ്വന്തം പ്രതാപം പ്രദർശിപ്പിക്കുവാൻ വേണ്ടി നടത്തുന്ന പൂജയാണെങ്കിലും ശരി, യാഗമാണെങ്കിലും ശരി, അമ്മ അവയൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. ഒരു ദേവതകളും സ്വീകരിക്കുകയുമില്ല. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ്റെ മാനസപുത്രനായിരുന്നിട്ടുകൂടി ദക്ഷപ്രജാപതി നടത്തിയ യാഗം അമ്മ കാരണം പൂർത്തിയാകാത്തതും ദക്ഷന് ആടിൻ്റെ തലയുമായി പിന്നീട് കഴിച്ചു കൂട്ടേണ്ടി വന്നതും. ലളിതാ സഹസ്രനാമത്തിൽ 600ാമത്തെ മന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് ദക്ഷയജ്ഞ വിനാശിനി എന്ന നാമമന്ത്രമാണ്. ദക്ഷൻ്റെ യജ്ഞത്തെ നശിപ്പിച്ച ദേവി എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ദക്ഷപ്രജാപതി നടത്തിയ യാഗത്തെ നശിപ്പിച്ച ദേവി. യാഗം നശിപ്പിച്ചത് ശ്രീ മഹാദേവനാണ്. എങ്കിലും അതിന് കാരണമായത് അമ്മയുടെ അവതാരമായ സതീദേവിയുടെ ശരീരത്യാഗമായിരുന്നു. അതുകൊണ്ടാണ് അമ്മയെ ഇവിടെ ദക്ഷയജ്ഞനാശത്തിൻ്റെ കാരണമായിട്ട് പറയുന്നത്. ദേവാലയങ്ങളിൽ നടത്തപ്പെടുന്ന വഴിപാടുകൾ ആത്മസമർപ്പണ മനോഭാവത്തോടുകൂടി, ഭക്തിഭാവത്തോടുകൂടി വേണം ചെയ്യാൻ. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. അത്തരം ഒരു പ്രയോജനത്തിനു വേണ്ടിയല്ല, മറിച്ച് പേരിനും പ്രശസ്തിക്കും വേണ്ടിയാണ് എങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും പറയാനുമില്ല. അവർക്ക് അത്തരം വഴിപാടുകൾ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുക എന്നുള്ളതാണ് ദക്ഷൻ്റെ അനുഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. സമീപകാല അനുഭവത്തിൽ നിന്നും ഒരു ഉദാഹരണം മാത്രം പറയാം. കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണ്ണപ്പാളികൾ ഒരു പണക്കാരൻ ശബരിമലയിൽ കൊടുത്തത് ഉണ്ടാക്കിയ കോലാഹലം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നു. ഇത് കൊടുത്ത വിദ്വാനാകട്ടെ സ്വന്തം നാട്ടിൽ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയിലും. അർപ്പണ മനോഭാവം ഇല്ലാത്ത ഒരു വഴിപാടുകൾ കൊണ്ടും ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് വലിയ വലിയ വഴിപാടുകൾ ചെയ്തിട്ടും ഒരു ഗുണവും ഇല്ല എന്ന് ചിലർക്കെങ്കിലും പരിതപിക്കേണ്ടതായിട്ട് വരുന്നത്. എങ്ങനെയാണ് ആത്മസമർപ്പണം, എങ്ങനെയാണ് വഴിപാടുകൾ നൽകേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് തന്നെ ചോദിക്കാം. അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: അസൗ മയഹത ശത്രുർ ഹനിഷ്യേ ചാപരാനപി ഈശ്വരോഹമഹം ഭോഗി സിദ്ധോഹം ബലവാൻ സുഖീ ആഢ്യോഭിജനവാനസ്മി കോന്യോസ്തി സദൃശോ മയാ യക്ഷ്യദാസ്യാമി മോദിഷ്യ യജ്ഞാനവിമോഹിത അനേകചിത്തവിഭ്രാന്ത മോഹജാലസമാവൃത പ്രസക്താ കാമഭോഗേഷു പതന്തി നരകേഷുജോ. പ്രബലനായ ശത്രുവും എന്നാൽ വധിക്കപ്പെട്ടു. മറ്റു ശത്രുക്കളെയെല്ലാം അടുത്ത ഭാവിയിൽ തീർച്ചയായും വധിക്കും. എല്ലാം ഞാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ലൗകികമായ എല്ലാ സുഖങ്ങളും എനിക്ക് സ്വായത്തമാണ്. വലിയ നേട്ടങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കഴിഞ്ഞിരിക്കുന്നു. ബലവാനും സുഖസമ്പന്നനുമാണ് ഞാൻ. നല്ല കുലത്തിൽ ജനിച്ച ഞാൻ ശ്രേഷ്ഠനാണ്. എന്നോട് തുല്യനായി വേറെ ആരാണുള്ളത്? ഞാൻ പല യാഗങ്ങളും ചെയ്യും, ഞാൻ ദാനം ചെയ്യും, ഞാൻ സന്തോഷിക്കും. ഇങ്ങനെയൊക്കെ ഈശ്വരതത്വം അറിയാതെ അഹന്തയെ വളർത്തി അജ്ഞാനത്തിൻ്റെ മോഹത്തിൽ ഉഴറി അനേകമനേകം മനസ്സങ്കല്പങ്ങളിലും വികാരങ്ങളിലും ഭ്രമിച്ചുകൊണ്ട് ഒരിക്കലും തൃപ്തി വരാത്ത ഭൗതികമായ മോഹങ്ങളിൽപ്പെട്ട് കുരുങ്ങി ഭൗതികമായ കാമസുഖങ്ങളിൽ ആസക്തചിത്തരായി ആസുരമായ സമ്പത്തിന് അധിപരായിക്കൊണ്ട് സ്വന്തം വാസനകളാൽ നിർമ്മിച്ചു കൂട്ടിയ നരകത്തിൽ പതിക്കുവാൻ ഇടവരുന്നു. ഇതാണ് ഈ ശ്ലോകങ്ങളുടെ സാമാന്യമായ അർത്ഥം. കർമ്മവാസനയാണല്ലോ ജീവിതത്തിൻ്റെ നിലവാരം നിർണ്ണയിക്കുന്നത്. ആസുരമായ വാസനകൾ വളർത്തിക്കൊണ്ടുവരുന്നവർക്ക് തൽക്കാല ജീവിതം പോലും കാലക്രമേണ നരകം പോലെ മോശം അനുഭവമായി മാറും. ശരീരം ഉപേക്ഷിക്കുന്ന സമയം വളർത്തിയെടുത്ത പ്രബലമായ ആസുരമായ വാസനകൾ വീണ്ടും നരക ജീവിതത്തിലേക്ക് തന്നെ തള്ളിവിടുകയും ചെയ്യും. ആസുരമായ വാസന എങ്ങനെയാണ് വളരുന്നത്? ആസുരീ സമ്പത്ത് കൂടിയ വ്യക്തിക്ക് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതും ഉണ്ടാകാതിരിക്കുന്നതും ദോഷമാണ്.
നേട്ടം ഉണ്ടായാൽ ഈശ്വരനെ മറന്ന് അവയിൽ അഭിരമിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യും. അഭിമാനവും അഹങ്കാരവും സത്യമായ വസ്തുതകളെയെല്ലാം കൂടുതൽ കൂടുതൽ മറച്ചുകൊണ്ട് ദുഃഖിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വ്യക്തി മനോരാജ്യത്തിലേർപ്പെടും. ഉള്ളതും ഭാവിയിൽ ഉണ്ടാകാവുന്നതുമായ നേട്ടങ്ങളെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളുടെ മനസ്സിൽ ഒരേ ഒരു വ്യാപാരം. ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതുമായ നേട്ടങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നവരെയെല്ലാം തൻ്റെ ശത്രുക്കളായി കണക്കാക്കും. കാര്യലാഭത്തോടൊപ്പം ശത്രുവിനെ ജയിക്കുന്നതിനുള്ള മാർഗങ്ങൾ അങ്ങനെ കണ്ടെത്തേണ്ടി വരുന്നു. തൻ്റെ സ്ഥാനത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും അമിതമായിട്ടുള്ള അഭിമാനം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങും. അക്കാര്യത്തിൽ ഗുരുക്കന്മാരുടെയും സജ്ജനങ്ങളുടെയും വാക്കുകളെ ധിക്കരിക്കുകയും ധർമ്മകാര്യങ്ങളിൽ പോലും തൻ്റെ തീരുമാനത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ശഠിക്കുകയും ചെയ്യും. ശാസ്ത്രവിധികളെയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സജ്ജനങ്ങളുടെ വാക്കുകളെ നിരസിച്ചുകൊണ്ട് ധർമ്മകാര്യങ്ങളിൽ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും. യജ്ഞം, ദാനധർമാദി സദാചാരങ്ങൾ എല്ലാം വേണ്ടാത്തതുപോലെ അനുഷ്ഠിച്ച് അഹങ്കരിക്കുന്നു. ധർമ്മത്തിന് അനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ പോലും ചെയ്തുകൊണ്ട് അഹങ്കാരം വളർത്തിയാൽ അത് ആസുരീ സമ്പത്തായി മാറും. ഈ നിലയിൽ ഇത്തരക്കാർക്ക് മാനസികമായ വിഭ്രമങ്ങളും മോഹങ്ങളും എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. മരണമടുക്കുമ്പോൾ അമിതമായ ആഗ്രഹങ്ങൾ കൊണ്ട് അവർ നിരാശയുടെ കൂരിരുട്ടിൽ പതിക്കുകയും ചെയ്യും. അതിനാൽ ജീവിതം തന്നെ നരകമായി മാറുന്നു. അടിഞ്ഞുകൂടുന്ന ആസുരമായ കർമ്മവാസനകൾ തുടർന്നുള്ള നരകജീവിതത്തിന് വഴി തെളിക്കുകയും ചെയ്യുന്നു. ആത്മസംഭാവിതാ സ്തബ്ധ ധനമാനമദാന്വിത യജന്തേ നാമയജ്ഞൈസ്ഥേ ദംഭേനാവിധിപൂർവകം. സ്വയം പ്രശംസിച്ച് അഭിമാനം നടിച്ചുകൊണ്ട് സമ്പത്തിലും സ്ഥാനമാനങ്ങളിലും മതിച്ചു കഴിയുന്ന ആസുരീ സമ്പന്നർ ശാസ്ത്രവിധികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രകടനത്തിന് പ്രാധാന്യം നൽകി യാഗാദി കർമ്മങ്ങളും മറ്റും അനുഷ്ഠിക്കുന്നു. ഈ വലിയ യാഗങ്ങളൊക്കെ നടത്തുന്നു. വലിയ പുള്ളിയാണ് എന്ന് നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളായി ഇത്തരക്കാർ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് അർത്ഥം. ഈശ്വരനുമായി ബന്ധപ്പെട്ട ഏത് കർമ്മവും അഹങ്കാരം അല്പം പോലുമില്ലാതെ ഈശ്വരബുദ്ധി വളർത്തുവാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്. അതാണ് വിധി. ആത്മാവിൽ നിന്നുണ്ടാകുന്ന അഹംബോധം ശുദ്ധമായ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നു. അഹംബോധത്തെ അകറ്റാനാണ് ദൈവീകമായ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നാൽ ചിലരാകട്ടെ സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടി മാത്രം ഈശ്വരാരാധനാപരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ പുറമേ ഭക്തരായി നടിക്കുകയും ലോകകാര്യങ്ങളിൽ ദുർവാസനകൾ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. എന്നാൽ ഈ ലോകത്ത് ആരെയും വഞ്ചിക്കാൻ കഴിയും, പക്ഷേ ജഗദീശ്വരിയെ വഞ്ചിക്കുവാൻ കഴിയുകയില്ല. ഇത്തരക്കാർക്ക് അമ്മ സ്വാർത്ഥലാഭത്തിനുള്ള ഒരു ഉപായം മാത്രമാണ്. ഇക്കൂട്ടർ എത്ര കോലാഹലത്തോടുകൂടി ഈശ്വര കാര്യങ്ങൾ നിർവഹിച്ചാലും അഹന്ത കാരണം ഉള്ളിലുള്ള ഈശ്വരീയമായ അംശം കൂടുതലായി മൂടിപ്പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും വലിയ ഉന്നതനാണ്, മന്ത്രിയാണ്, കമ്മീഷണറാണ് എന്നൊക്കെ അഭിമാനിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് ക്ഷേത്രാരാധനകൾ നടത്തുകയും ഒടുവിൽ ജയിലിൽ കിടന്ന് ജാമ്യം കിട്ടാൻ പെടാപ്പാട് പെടുകയും ചെയ്യുന്നത് തന്നെ ഉദാഹരണം. ക്ഷേത്രവും ആരാധനകളും മറ്റും അഹങ്കാരം ഇല്ലാതാക്കാനുള്ളതാണ്. താൻ വലിയ ഭക്തനാണ്, ഭാഗവത ഹംസമാണ്, താൻ ഈ ക്ഷേത്രത്തിൻ്റെയും ഭഗവാന്റെയും എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഇമ്മിണി വലിയ ആളാണ് എന്നൊക്കെയുള്ള അഹംഭാവങ്ങളാണ് ക്ഷേത്രാരാധന കൊണ്ട് മറ്റും ഉണ്ടാകുന്നത് എങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുന്നത് എന്ന് അർത്ഥം. ഞാൻ ദേവൻ്റെ അച്ഛനായതുകൊണ്ട് എന്തുമാവാം എന്നുള്ള ഒരു ഭാവമാണ് ചിലർക്ക്. ഞാനാണ് ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഞാനില്ലെങ്കിൽ ഈശ്വരൻ തന്നെ ഇല്ലാതാവുമെന്നും അഹങ്കരിക്കുന്ന ഭരണാധികാരികൾ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് പോലും അറിയില്ല എന്നതത്രേ വസ്തുത. അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ച സംശ്രിതാ മാമാത്മാ പരദേഹേഷു പ്രദ്വിഷന്തോഭ്യസൂയകാ.
ഞാൻ പലതും ചെയ്യാൻ സമർത്ഥനാണ് എന്ന ഭാവത്തെയും ഭൗതിക സുഖലാഭത്തെയും തുടർന്ന് കോപത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് തനിക്ക് അനുകൂലമല്ലാത്തവരോട് തികഞ്ഞ അസഹിഷ്ണുത പുലർത്തി ആസുരീ സമ്പന്നന്മാർ തങ്ങളുടെയും മറ്റുള്ളവരുടെയും ദേഹങ്ങളിൽ എന്നെ അത്യന്തം ദ്വേഷിക്കുന്നവരായി ഭവിക്കുന്നു. താനഹം ദ്വിഷത ക്രൂരാൻ സംസാരേഷു നരാധമാൻ ക്ഷിപാമ്യജസ്രമശുഭാനാസുരീഷേവയൂനിഷു. അല്ലയോ കുന്തിപുത്ര, ആസുരീ സമ്പത്തിൻ്റെ ഫലമായി അസുരജന്മം ലഭിച്ചിട്ടുള്ള ആളുകൾ സത്യത്തിൻ്റെ അടുത്തെത്താൻ കഴിയാതെ മോഹിതരായി ഓരോ ജന്മം കഴിയും തോറും പരമാത്മാവായ എന്നെ പ്രാപിക്കാതെ തൽക്കാല ജന്മത്തിൽ നിന്നും നിപതിച്ച് നീചജന്മങ്ങളിൽ എത്തിച്ചേരുവാൻ ഇടയാകുന്നു. ആസുരീ സമ്പന്നന്മാർ അതികഠിനങ്ങളായ അനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് ജീവിതത്തിൻ്റെ നിസ്സാരത ബോധ്യമായി വിദ്യയുടെ മാർഗത്തിലേക്ക് തിരിയുന്നത്. അല്ലെങ്കിൽ ഓരോ ജന്മത്തിലും ആ ജന്മം അവസാനിക്കാറാകുമ്പോൾ ആസുരമായ വാസനകളുടെ എണ്ണം, ബലം എന്നിവ കൂടി വരികയും അതനുസരിച്ച് തൽക്കാല ജന്മത്തേക്കാൾ നീചമായ ജന്മം തുടർന്നും ഉണ്ടാവുകയും ചെയ്യും. മനുഷ്യരിൽ തന്നെ ഇത്തരം ജന്മങ്ങൾ കാണുവാനുണ്ടല്ലോ. ഏതു പരിതസ്ഥിതിയിലും മനസ്സിൻ്റെ പ്രസന്നത നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. മാനസികമായ ഏറ്റവും വലിയ തപസ് മനസ്സിൻ്റെ പ്രസന്നത തന്നെയാണ്. മനസ്സ് പ്രസന്നമാകുമ്പോൾ മുഖഭാവം പ്രസന്നമാകും. മനപ്രസാദമുള്ളയാളിന് ലോകം മുഴുവൻ സുഹൃത്തായിരിക്കും. ദുഃഖം അയാളുടെ അടുത്തെങ്ങും എത്തുകയേയില്ല. അമ്മ എപ്പോഴും നേർവഴി കാണിക്കും. മനപ്രസാദത്തിൻ്റെ അനന്തരഫലമാണ് സൗമ്യത. മനസ്സിൻ്റെ വാചാലതയാണ് മനോരാജ്യം. അതൊഴിവാക്കിയാൽ മനസ്സിൻ്റെ മൗനമായി. ഇത് സാധിക്കണം എങ്കിൽ എപ്പോഴും മനസ്സ് ഏകാഗ്രമായി അമ്മയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഈശ്വരപരമായ ഏകാഗ്രതയാണ് ഏറ്റവും വലിയ തപസ്. ഇവ സാധ്യമാക്കുന്ന ഉപായം തന്നെ ഭാവസംശുദ്ധി. എല്ലാം അമ്മയാണ് എന്ന മനോഭാവം കൊണ്ടല്ലാതെ ഒരിക്കലും പൂർണ്ണമായി ചിത്തം ശുദ്ധമാകുന്നില്ല. അങ്ങനെയല്ലാതെ മറ്റൊന്നിനെ ഭാവന ചെയ്യുന്നത് മനസ്സിൻ്റെ അശുദ്ധിയാണ് എന്ന് പറയാം. എല്ലാ കർമ്മങ്ങളും ഭൗതികമായ ഫലേച്ഛ കൂടാതെ വേണം അനുഷ്ഠിക്കുവാൻ. അതായത് മനസ്സിൻ്റെ ശുദ്ധിയെ മാത്രം ലാക്കാക്കി വേണം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ എന്ന് അർത്ഥം. ഫലത്തോടുള്ള ചിന്ത ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിൽ അമ്മയുണ്ടാവും. അങ്ങനെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അമ്മയെ അറിയുവാനും അമ്മയായി മാറുവാനും കഴിയുന്നു. ഈശ്വരപ്രാപ്തി എന്ന ആ ലക്ഷ്യം ഒരിക്കലും മറക്കാതിരിക്കുക. പരമമായ ആ ഒരു ശ്രദ്ധയോടുകൂടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് വാഗ്ദേവതകൾ നമുക്ക് പകർന്നു നൽകുന്നതും ഈ ആശയം തന്നെയാണ്. ഓം ദക്ഷയജ്ഞവിനാശിന്യൈ നമഃ. ഓം ഓം ഹ്രീം ദക്ഷയജ്ഞവിനാശിന്യൈ നമഃ. അതിവിപുലമായ ആശയധാര ഉൾക്കൊള്ളുന്ന ഈ മഹാമന്ത്രം ഭക്തർക്ക് നിരവധി ഗുണഫലങ്ങൾ നൽകുന്ന ഒന്നാണ്. അതുപോലെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമുണ്ടാക്കുകയും ചെയ്യും. അമ്മയോടൊന്നും തന്നെ ആവശ്യപ്പെടാതെ അമ്മയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥമായ ഭക്തിയോടുകൂടി എപ്പോൾ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതുമാണ്. നാം ആഗ്രഹിക്കാതെ തന്നെ നമുക്കാവശ്യമുള്ളതെല്ലാം നമ്മിലേക്ക് തീർച്ചയായും എത്തിച്ചേരുകയും ചെയ്യും. ദക്ഷൻ്റെ യാഗത്തെ നശിപ്പിച്ചതുപോലെ ഇത് ജപിക്കുന്ന വ്യക്തിയുടെ മനസ്സിലുള്ള എല്ലാ ദുർഗുണങ്ങളും നശിച്ചു പോകും. അതുപോലെ എല്ലാ ദോഷങ്ങളും നശിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കുന്നത് എങ്കിൽ അതും സാധ്യമാകും. ശ്രീചക്രത്തിൽ വലത് കൈകൊണ്ട് സ്പർശിച്ച് അമ്മയുടെ പാദങ്ങളിൽ തൊടുന്നു എന്ന് പൂർണ്ണമായും മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. 7 പ്രാവശ്യം അങ്ങനെ ഈ മന്ത്രം ജപിച്ചാൽ മതി. എന്നേക്കുമായി ശത്രുദോഷവും ആഭിചാരദോഷവും ഇല്ലാതാവും എന്ന് മാത്രമല്ല, മാസത്തിലൊരിക്കൽ ഇപ്രകാരം ചെയ്താൽ ഒരിക്കലും ആഭിചാരദോഷമോ ശത്രുദോഷമോ ഇങ്ങനെ ചെയ്യുന്ന വ്യക്തിയുടെ സമീപത്ത് എത്തുക പോലുമില്ല. മനസ്സിൽ അമ്മ മാത്രമേ ഉണ്ടാകാവൂ എന്ന് മാത്രം. എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാവരെയും അമ്മ രക്ഷിക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.